Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. നാടെങ്ങും മഴക്കെടുതി. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. ചെറുപുഴ ഉൾപ്പെടെയുള്ള ടൗണുകളും ജാഗ്രതയിൽ. കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ഇതിന്റെ പകുതിയെ സാധാരണ വെള്ളമൊഴുകല്ലോ. ഇത് മാമന്റെ വീട്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ്. വടക്കൻ കേരളത്തിലും മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടി. മലയോര മേഖലയായ ചെറുപുഴ ഉൾപ്പെടെയുള്ള ടൗണുകളും ജാഗ്രതയിലാണുള്ളത്. കാര്യങ്കോട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. ചെറുപുഴ കോഴിച്ചാൽ റൂട്ടിൽ ഉമയഞ്ചാൽ പാലം വെള്ളത്തിൽ മുങ്ങി. ഈസ്റ്റേലേരി വെസ്റ്റേലേരി പഞ്ചായത്തുകളിലും ചെറുപുഴ പഞ്ചായത്തിലും ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർണാടക വനമേഖലയോട് ചേർന്ന ഭാഗത്ത് ഉരുൾപൊട്ടലുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ പുഴയിലെ ജലനിരപ്പ് അപകടകരമാം വിധം വർദ്ധിച്ചിട്ടുണ്ട്. പുഴയിലൂടെയുള്ള റാഫ്റ്റിംഗ്, കയാക്കിംഗ് തുടങ്ങിയ മുഴുവൻ പ്രവർത്തനങ്ങളും അടിയന്തരമായി നിർത്തിവെക്കണമെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കുകയും പുഴയുടെ അരികിൽ പോകാതിരിക്കുകയും ചെയ്യണമെന്നും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അടിയന്തര ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്ന UDF സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF പയ്യന്നൂർ മുനിസിപ്പാലിറ്റി മാർച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ റൂറൽ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതിയും വെട്ടിക്കുറച്ച UDF സർക്കാരിനെതിരെ LDFിന്റെ പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മുനിസിപ്പൽ ഓഫീസ് മാർച്ചാണ് ഈ വെളുത്തരയിലൂടെ കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിനെതിരെ LDFിന്റെ പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി മുനിസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം
സഭാവ് MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് നടത്തി. പയ്യന്നൂർ റൂറൽ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം. അത് കൊടുക്കാതിരിക്കത്തക്ക നിലയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇവിടെയില്ല. കേരളം സാമ്പത്തിക തകർച്ചയിലാണെന്ന് വരുത്തി തീർക്കാൻ ധവളപത്രത്തിലൂടെ ഗവൺമെന്റ് പരിശ്രമിച്ചെങ്കിലും വസ്തുത അതല്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യ തൽസ്ഥിതി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ബാഹ്യ ഏജൻസിയെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതും അസാധാരണമായ നടപടിയാണ്. അഡ്വക്കേറ്റ് P. സന്തോഷ് സ്വാഗതവും V. ബാലൻ അധ്യക്ഷതയും വഹിച്ചു. പരിപാടിയിൽ V. നാരായണൻ, അഡ്വക്കേറ്റ് സരൺ ശശി, PV ദാസൻ, സുജേഷ് ഒട്ടി, PU രമേശൻ, ഹരികുമാർ K, ഇക്ബാൽ പോപ്പുലർ, P. ജയൻ, M. രാമകൃഷ്ണൻ, P. ശ്യാമള എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഭക്തിയുടെ നിറവിൽ മാടായി തിരുവർക്കാട്ടുകാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. നാട്ടിലെ ശനിയകറ്റി ഐശ്വര്യം കൈവരിക്കാനായിരുന്നു മാരിത്തെയ്യങ്ങൾ കെട്ടിയാടിയിരുന്നത്. കനത്ത മഴയിലും മാരിത്തെയ്യങ്ങൾ കാണാൻ ഭക്തജനങ്ങൾ മാടായിക്കാവിലേക്ക് ഒഴുകിയെത്തി. കർക്കിടകം 16 കോരിച്ചൊരിയുന്ന മഴയിലും മാടായിക്കാവിൽ മാരിത്തെയ്യങ്ങൾ ഉറഞ്ഞാടി. തുടിയുടെ താളത്തിൽ തെയ്യക്കോലങ്ങൾ ചുവടുവെച്ചു. കുരുത്തോല ചമയങ്ങൾ അണിഞ്ഞ് തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയപ്പോൾ ഭക്തരിൽ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം. മാടായിക്കാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മാരിത്തെയ്യങ്ങൾ അരങ്ങിലെത്തിയത്. മാരിക്കിളിയൻ, മാമാരിക്കിളിയൻ, മാരിക്കലിച്ചി, മാമായിക്കലിച്ചി, മാരിക്കുളിയൻ, മാമായിക്കുളിയൻ എന്നീ തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടിയത്. തുടിയുടെയും ചേങ്ങിലിയുടെയും താളത്തിൽ ഉയരുന്ന മാരിപ്പാട്ട് വാമൊഴിയാണ്. പഴയങ്ങാടി, മുട്ടുകണ്ടി എന്നിവിടങ്ങളിലെ വീടുകളിൽ കെട്ടിയാടി. വൈകിട്ടോടെ പഴയങ്ങാടി പുഴയിൽ ശനിയൊഴുക്കി. മാടായിക്കാവിൽ മാരിത്തെയ്യം കാണാൻ വൻ ജനക്കൂട്ടമാണ് എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. യുവാക്കളുടെ കല്യാണം മുടക്കിയാൽ ഇനി വീട്ടിൽ കയറി അടിയുറപ്പ്. നാട്ടിലെ കവലകളിലും മറ്റുമിരുന്ന് യുവാക്കളുടെ വിവാഹം മുടക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒരു കൂട്ടം യുവാക്കൾ ബോർഡ് വെച്ചു. പിലാത്തറ മണ്ടൂരിലാണ് സംഭവം. ചില സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രംഗം ഞാൻ പറഞ്ഞുതരാം. അതായത് നാട്ടിൻപുറങ്ങളിലെ ഓരോരോ കവലയിലൊക്കെ ഇരുന്ന് കുറച്ച് പ്രായമായവർ ചേർന്ന് ഓരോരോ യുവാക്കളുടെ കല്യാണം മുടക്കുന്ന രംഗങ്ങൾ. ഒരുപാട് സിനിമയിൽ അതുപോലുള്ള ഒരു രംഗമുണ്ട്. ആ ഒരു രംഗം ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഒരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇവിടെ മണ്ടൂരിൽ. ആ ബോർഡ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ഒരു ബാനറിലെ വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു തരാം. പ്രിയപ്പെട്ട നാട്ടുകാർ, ഇനി ഇവിടെ നിന്ന് ഒരു കല്യാണം മുടക്കിയാൽ ഏതവനായാലും വീട്ടിൽ കയറിയടിക്കും. അതിപ്പോൾ ചങ്ങാതിയുടെ ഉപ്പയായാലും ഉപ്പാപ്പയായാലും കാർന്നോറായാലും ഉമ്മയായാലും ഉമ്മാമയായാലും പെങ്ങളായാലും ശരി, തക്കതായ ഒരു വാണിംഗ് തന്നെ ഇവിടുത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഫോട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കോളം കൂടി ഇവിടെ യുവാക്കൾ ചേർന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും ഫോട്ടോ വരണ്ട, വെറുതെ യുവാക്കളുടെ കയ്യിൽ നിന്ന് അടി വാങ്ങേണ്ട എന്നൊരു ശക്തമായൊരു താക്കീതാണ് യുവാക്കൾ, ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് നൽകിയിരിക്കുന്നത്. ആളെ അറിയില്ലെന്ന് ആരും കരുതണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് നൽകിയിട്ടുണ്ട്. എന്തായാലും പാവങ്ങളല്ലേ, അവർക്കൊരു ജീവിതം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ, വെറുതെ എന്തിനാണ് അതൊക്കെ മുടക്കാൻ നിൽക്കുന്നത്? അവരങ്ങ് ജീവിച്ചു പൊക്കോട്ടെ. മണ്ടൂരിൽ നിന്നും ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ താലൂക്ക് വികസന സമിതി യോഗം നടന്നു. MLA V. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുൻ യോഗങ്ങളിൽ തീരുമാനമാകാത്ത പരാതികളും പുതുതായി ലഭിച്ച നിവേദനങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. പയ്യന്നൂർ താലൂക്ക് വികസന സമിതിയുടെ ഓഗസ്റ്റ് മാസത്തെ യോഗം പയ്യന്നൂർ PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് പയ്യന്നൂർ MLA V. കുഞ്ഞികൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്നു.
പയ്യന്നൂർ തഹസിൽദാർ പോൾ കെ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. യോഗത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ്, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ഷിജി വട്ടേക്കാട്ട്, പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കുഞ്ഞിമംഗലം ഡിവിഷൻ അംഗം വി ജയശ്രീ ടീച്ചർ, കാസർഗോഡ് എംപിയുടെ പ്രതിനിധിയായി കെ സുരേഷ് കുമാർ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, താലൂക്ക് പരിധിയിലെ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ പങ്കെടുത്തു. മുൻ യോഗങ്ങളിൽ തീരുമാനമാകാതെ അവശേഷിച്ച പരാതികളും പുതുതായി ലഭിച്ച നിവേദനങ്ങളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്യുകയും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യമായ വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി 45 മീറ്റർ പരിധിക്ക് പുറത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനായി പയ്യന്നൂർ നഗരസഭയും കരിവള്ളൂർ പെരളം, ചെറുതാഴം, കുഞ്ഞിമംഗലം, ഏഴോം ഗ്രാമപഞ്ചായത്തുകളും സമർപ്പിച്ച ഡ്രൈനേജ് നിർമ്മാണ പദ്ധതികൾക്ക് ദേശീയപാത അതോറിറ്റി ഫണ്ട് അനുവദിച്ചതായി മേഘ കൺസ്ട്രക്ഷൻ പ്രതിനിധി യോഗത്തിൽ അറിയിച്ചു. പ്രസ്തുത പദ്ധതികൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന നടപ്പിലാക്കുന്നതാണെന്നും അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്വന്തം രചനകൾക്ക് ഈണം പകർന്ന് പാടി ശ്രദ്ധ നേടുകയാണ് പയ്യന്നൂർ തെക്കേ ബസാർ സ്വദേശിനിയായ ജാനകി. ഗവൺമെന്റ് ALP സ്കൂളിലെ പാചക തൊഴിലാളിയാണ് ജാനകി. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഗവൺമെന്റ് LP സ്കൂൾ അഥവാ തപ്പാൽ സ്കൂളിലാണ്. ഇവിടുത്തെ പാചക തൊഴിലാളി ജാനകി എന്ന സ്ത്രീയെ പരിചയപ്പെടാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ജാനകിയച്ചിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായി വരികൾ എഴുതി ഈണം പകർന്ന് പാടുന്നു എന്നതാണ് ജാനകിയച്ചിയുടെ പ്രത്യേകത. ജാനകിയച്ചിയെ പരിചയപ്പെടാം. നിത്യജീവിതത്തിൽ ചുറ്റും കാണുന്ന കാഴ്ചകളെ കവിതകളാക്കി മാറ്റുകയാണ് പയ്യന്നൂർ തെക്കേ ബസാർ സ്വദേശിനിയായ ജാനകി. നീലാംബരധര മുകിൽ വന്ന പീതാംബരധര മണിവർണ്ണ, നീലാംബരധര മുകിൽ വന്ന പീതാംബരധര മണിവർണ്ണ, കണ്ണനമുണ്ണി കണ്ണിലുണ്ണി എന്നോ മലോമന പൊന്നുണ്ണി. SSLC വരെയാണ് ഔപചാരിക വിദ്യാഭ്യാസമെങ്കിലും കുട്ടികൾക്കായി ലളിതവും ഹൃദ്യവുമായ കവിതകൾ രചിക്കുന്നതിലാണ് അവരുടെ ശ്രദ്ധ. പൂമ്പാറ്റ, പൂവ്, കിളികൾ, മഴ, പ്രകൃതി തുടങ്ങിയ കുട്ടികൾക്ക് പരിചിതമായ വിഷയങ്ങളാണ് അവരുടെ കവിതകളിലെ പ്രധാന പ്രമേയങ്ങൾ. പെട്ടെന്നൂണു കഴിച്ചെന്നാൽ മണ്ണിൽ കിടന്നു കളിച്ചിടാം, വിണ്ണിൽ താരകം നോക്കിയിരിക്കാം, അമ്പിളി മാമനെ കാട്ടിത്തരാം. കുട്ടിക്കവിതകൾക്ക് പുറമെ ഭജനകളും രചിക്കുന്ന ജാനകി സ്വന്തം രചനകൾക്ക് ഈണം പകർന്ന് പാടുകയും ചെയ്യുന്നു. ഭക്തിയും പ്രകൃതി സ്നേഹവും ജീവിതാനുഭവങ്ങളും അവരുടെ രചനകളിൽ നിറഞ്ഞു നിൽക്കുന്നു. അതെ, ഒരു പാട്ട് എഴുതുമ്പം ഞാൻ അതിൻ്റെ ട്യൂണും കൂടി മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വരി നീട്ടിയിട്ട് കൊടുക്കും. അന്നേരം ലേശം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞാനിങ്ങനെ താളം പിടിച്ചിട്ട് നോക്കിയിട്ട് തിരുത്തുവാക്കുകയും ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. ആദ്യം ഞാൻ എന്തെങ്കിലും കണ്ണനാമുണ്ണി കണ്ണിലുണ്ണി എന്ന് പറഞ്ഞു, അതിൽ കുറച്ചും കൂടി അത് നീട്ടി വരുമ്പോൾ അതിലേക്ക് ലേശം കൂടി എന്തെങ്കിലും കൂട്ടിയിട്ട് അങ്ങോട്ട് നീട്ടി കൊടുക്കും. അതിനനുസരിച്ചിട്ട് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി അധ്യാപികയായും പ്രവർത്തിച്ച അവർ ഒരു വക്കീലിന്റെ സ്റ്റെനോഗ്രാഫറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് തുന്നൽ അധ്യാപികയായും പ്രവർത്തിച്ചു. നിലവിൽ ഗവൺമെന്റ് GLP സ്കൂളിൽ പാചക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരിയെ സഹായിക്കാനാണ് ജാനകി സ്കൂളിലെത്തുന്നത്. ജോലി തിരക്കുകൾക്കിടയിലും എഴുത്തും സംഗീതവും തുടരുന്ന അവർ താൻ രചിക്കുന്ന കവിതകൾ കൂടുതൽ മികവുറ്റതാക്കാൻ സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശങ്ങളും പിന്തുണയും സ്വീകരിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്താറുണ്ട്. കഴിഞ്ഞ കൊല്ലം മുതലാണ് തന്നെ കാണിച്ചു തുടങ്ങിയത്. അപ്പോൾ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ പേന എടുത്തുകൊണ്ട് അവർ അത് എഴുതി വെക്കും. എഴുതി വെച്ചത് നമ്മളിവിടെ അധ്യാപകരെ ആരെയും കാണിച്ച ശേഷം അതിൻ്റെ തെറ്റുകൾ അക്ഷരത്തെറ്റെല്ലാം തിരുത്താനെല്ലാം ആവശ്യപ്പെടാറുണ്ട്. അതിനുശേഷം അവർ ഈണത്തിൽ പാടി നമ്മളെ കളിപ്പിക്കുകയും ചെയ്യാറുണ്ട്. കുട്ടികളുടെ മനസ്സിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ലളിതമായ ഭാഷയും ചുറ്റുപാടുകളിലെ സാധാരണ കാഴ്ചകളെ കവിതകളാക്കുന്ന കഴിവുമാണ് ജാനകിയുടെ രചനകളുടെ പ്രത്യേകത. ഭജനകളിലൂടെയും കുട്ടിക്കവിതകളിലൂടെയും സ്വന്തം സൃഷ്ടിലോകം പടുത്തുയർത്തുന്ന ജാനകി കലയും സാഹിത്യവും പ്രായത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെയോ അതിരുകൾ അറിയില്ലെന്ന് തെളിയിക്കുകയാണ്. നിരവധി കുട്ടികളെ അന്നമൂട്ടുമ്പോഴും തന്റെ കഴിവും ഒപ്പം കൊണ്ടുപോവുകയാണ് ജാനകിയേച്ചി. എന്തായാലും ഈ കലാകാരിക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.
തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നടപടിക്കെതിരെ LDF എരമംകുറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ M കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ സംഘടിപ്പിച്ചത് എന്ന ചോദ്യം സ്വാഭാവികമായും നമ്മുടെ ഇടയിൽ ഉയർന്നു. വളരെ കൃത്യമായി പറയാൻ കഴിയും, ഇപ്പോഴല്ലാതെ ഈ സമരം ഏറ്റെടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളാകെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് പൂട്ടിയിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരാൻ പറ്റും. ഇവിടെ എരമംകുറ്റൂർ പഞ്ചായത്ത് LDF ഭരിക്കുന്ന പഞ്ചായത്താണ്. ഇപ്പോൾ ചില സഹാക്കൾ ചോദിക്കുന്നു, LDF ഭരിക്കുന്ന പഞ്ചായത്തിന് മുമ്പിൽ എന്തിനാ LDF സമരം? ന്യായമായ ചോദ്യം. അജിത് കുമാർ അനിക്കം അധ്യക്ഷത വഹിച്ചു. ജോസ് മാത്യു, KB ഗോവിന്ദൻ, M രാധാകൃഷ്ണൻ മാസ്റ്റർ, ജോസ് മറ്റത്തിൽ, KB ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തിരികെ വരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. ഭക്തിയുടെ നിറവിൽ ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേടൻ കെട്ടിയാടി. ചെറുകുന്നിലെ രാജേഷ് പണിക്കരുടെ മകൻ ധീരവ് റാം, സന്തോഷ് പണിക്കരുടെ മകൻ അഭിറാം എന്നിവരാണ് വേടൻ തെയ്യം കെട്ടിയാടിയത്. കർക്കിടകം 16-നാണ് ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വേടൻ തെയ്യം കെട്ടിയാടുന്നത്. കോരിച്ചൊരിയുന്ന മഴയായിട്ടും ഇത്തവണയും പതിവ് തെറ്റാതെ വേടൻ തെയ്യം കെട്ടിയാടി. സാധാരണ തെയ്യങ്ങളെ അപേക്ഷിച്ച് കുട്ടികളാണ് വേടൻ തെയ്യം കെട്ടുന്നത്. ഒറ്റച്ചെണ്ടയുടെ താളത്തിനൊത്ത് ചുവട് വെച്ച് ഈ കുഞ്ഞു തെയ്യക്കോലങ്ങൾ ആധിവ്യാധികളെ ആട്ടി അകറ്റുന്നുവെന്നാണ് സങ്കല്പം. പാശുപതാസ്ത്രത്തിനായി തപസ്സു ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ ശിവൻ വേടന്റെ വേഷത്തിൽ എത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് വേടന്റെ ഐതിഹ്യം. അങ്ങനെ 3 തലമുറയായിട്ടാണ് വരുന്നത്. അപ്പൊ ഒരു ഭാഗത്ത് ഒരു അമ്പലപ്പുറം ഭാഗത്ത് വേടൻ, ഒരു ഗുരുക്കളും വേടനും ഇറക്കിയപ്പുറം ഭാഗത്ത്, ഒരു ഗുരുക്കളും ചെറുപ്പുറം ഭാഗത്ത്. ഇനി തിരിച്ച് കോതാരി വരുമ്പോൾ ഒരു പനിയനും ഗുരുക്കളും ഇറക്കിയപ്പുറം ഭാഗത്ത്, കോതാമൂരി അമ്പലപ്പുറം ഭാഗത്ത് ഒരു ഗുരുക്കളും പനിയനും കോപ്പുറം ഭാഗത്ത്. അതിൽ അമ്പലപ്പുറം ഭാഗത്ത് അവരെ കൂട്ടത്തിൽ നമ്മൾ നാട് നടക്കുന്ന എല്ലാവരും പെണ്ണ് സ്ത്രീകളെല്ലാം ഉണ്ടാവും. അപ്പൊ നേരത്തെ ഏട്ടൻ പറഞ്ഞു അതിൽ എന്നാന്ന് പറയുന്നത് വൻപേറും പാർത്തലും അമ്പേത്തിൽ പായുന്ന സൂകരത്തെ വൻപേറും പാർത്തലും പാടാൻ അമ്പേറ്റിട്ടാ വരുന്നത്. അപ്പൊ അങ്ങനെയില്ല പിന്നെ പത്മീന വൻപേറും പാർത്തലും പാടാൻ വരുന്നത്. പാർവതി സങ്കല്പത്തിലുള്ള ആടിത്തെയ്യം കെട്ടുന്നത് വണ്ണാൻ സമുദായത്തിലുള്ളവരും പരമശിവ സങ്കല്പത്തിലുള്ള വേടൻ തെയ്യം കെട്ടിയാടുന്നത് മലയൻ സമുദായത്തിലുള്ളവരുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റി ചെറുതാഴം പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് LDF ചെറുതാഴം പഞ്ചായത്ത് കമ്മിറ്റി ചെറുതാഴം പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം K പത്മനാഭൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 25,40,000 രൂപ ഒരു പഞ്ചായത്തിന് 95 പദ്ധതി വീതം ലഭിച്ചപ്പോൾ വലിയ ആഹ്ലാദമായിരുന്നു. കാരണം അതുവരെ ലഭിച്ചിരുന്നത് 3 ലക്ഷവും 4 ലക്ഷവും ഫണ്ടാണ് ഒരു പഞ്ചായത്തിന് ലഭിച്ചത്. അവിടെയാണ് ജനകീയാസൂത്രണം ആരംഭിച്ചപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ ഫണ്ട് ലഭിക്കുന്നത്. അതെങ്ങനെ ചെലവഴിക്കണം, ഏത് മേഖലയിൽ ചെലവഴിക്കണം? ജനകീയാസൂത്രണം ആരംഭിച്ച ഘട്ടത്തിൽ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് രൂപരേഖ തയ്യാറായി. V രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AV രവീന്ദ്രൻ, A കൃഷ്ണൻ, MB രാജീവൻ, CP ഷിജു, MV ശകുന്തള, P പ്രഭാവതി, സനൂപ് മോഹൻ, PV ജയശ്രീ ടീച്ചർ, V രമേശൻ, A മാധവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ ദന്തശുചിത്വ ദിനാചരണ ഭാഗമായി തൃക്കരിപ്പൂർ സൈക്കിൾ ക്ലബ്ബുമായി സഹകരിച്ച് 2 ജില്ലകളെ ബന്ധിപ്പിച്ച് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു.
അവൻ്റെ വായ ശരിയല്ല എന്നൊക്കെ പറയും, സംസാരം ശരിയല്ല. അപ്പം നമ്മളെപ്പോഴും ഈ വായ നന്നായിരിക്കുക എന്നുള്ളത് ഏതർത്ഥത്തിൽ, അത് ഹൈജീനായിരിക്കുക, അത് സംസാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് പിന്നെ നമ്മുടെ വ്യക്തിപരമായ ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും വായ നന്നായിരിക്കുക എന്നുള്ളത്, ശുചിത്വമായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമാണ്. ലോക ദന്തശുചിത്വ ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ചിന്റെ ആതിഥേയത്വത്തിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബുമായി സഹകരിച്ചാണ് ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ടൗണിൽ സന്ദീപ് വാര്യർ MLA സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാഹുൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് ഡോക്ടർ PK ജയകൃഷ്ണൻ, ഡോക്ടർ അഖിൽ ഭാസ്കർ, TMC ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു. സൈക്കിൾ റാലിക്കും തുടർന്ന് നടന്ന പരിപാടികൾക്കും സെക്രട്ടറി TP ഉല്ലാസ്, ഇർഷാദ് ഇസ്മയിൽ, അരുൺ നാരായണൻ, ഡോക്ടർ T അബ്ദുൽ ജലീൽ, ഡോക്ടർ ജസീം തൈപ്പറമ്പിൽ, ഡോക്ടർ IV ശ്രീകുമാർ, ഡോക്ടർ PK രതീഷ്, ഡോക്ടർ T പ്രഭാത്, ഡോക്ടർ T അനഘ, സലീം വലിയപറമ്പ്, സജിൻ കോറം എന്നിവർ നേതൃത്വം നൽകി. റാലി പയ്യന്നൂർ ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. സംസ്ഥാന CDH ചെയർമാൻ ഡോക്ടർ നിതിൻ ജോസഫ് ദേശീയ വദന ശുചിത്വാചരണത്തെപ്പറ്റി സംസാരിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി KSRTC ബസ് ബോധവൽക്കരണ യാത്ര ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BP മോഹനൻ മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് ഡെന്റൽ എക്സിബിഷൻ, ഫ്ലാഷ് മോബ് എന്നിവ സംഘടിപ്പിച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രാഹുൽ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രതീഷ്, ഡോക്ടർ സന്തോഷ് ശ്രീധർ, ഡോക്ടർ അഹമ്മദ് ഷാഫി, ഡോക്ടർ AV ശ്രീകുമാർ, TMC ഇബ്രാഹിം, ഡോക്ടർ അഖിൽ ഭാസ്കർ തുടങ്ങിയവർ സംസാരിച്ചു. വദന ശുചിത്വാചരണത്തിന്റെ ഭാഗമായി കമ്മ്യൂണിറ്റി ഡെന്റൽ ക്ലിനിക്ക് ഉദ്ഘാടനവും ചാരിറ്റി പ്രവർത്തനങ്ങളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. ഡോക്ടർ ശ്രീകുമാർ C, ഡോക്ടർ സപ്ന, ഡോക്ടർ രശ്മി, ഡോക്ടർ ബാസിദ്, ഡോക്ടർ അനഘ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KD അഗസ്റ്റിൻ ധർണ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് CPIM ആലപ്പടമ്പ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാത്തിൽ CK സ്മാരക ഹാൾ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം മാത്തിൽ ടൗൺ ചുറ്റി പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ സമാപിച്ചു. ധർണ KD അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. KP കണ്ണൻ അധ്യക്ഷത വഹിച്ചു. T തമ്പാൻ, MV സുനിൽകുമാർ, അഡ്വക്കേറ്റ് PP സിദിൻ, VV ഭാസ്കരൻ, NK ഗംഗാധരൻ മാസ്റ്റർ, NK രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് പട്ടണത്തിൽ ആവശ്യത്തിന് തെരുവു വിളക്കുകൾ ഇല്ലാത്തത് നാട്ടുകാരെ ദുരിതത്തിലാക്കുന്നു. സന്ധ്യ കഴിഞ്ഞാൽ പട്ടണം കൂരിരുട്ടിലാകുന്നതിനാൽ അടിയന്തരമായി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും കണ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും രംഗത്തെത്തി. ചെറുകുന്ന് കണ്ണപുരം ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന വ്യാപാര കേന്ദ്രമായ ചെറുകുന്ന് കതിരിവെക്കും തറയിൽ വർഷങ്ങളായി മതിയായ തെരുവുവിളക്കുകളില്ല. രാത്രിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുകഴിഞ്ഞാൽ പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലാവുകയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ, അന്നപൂർണേശ്വരി ക്ഷേത്രം, സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് രാത്രിയിലും ആളുകൾ എത്തുന്ന പ്രധാന കേന്ദ്രമാണിത്. എന്നാൽ മതിയായ വെളിച്ചമില്ലാത്തത് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടും സുരക്ഷാ ആശങ്കയും സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നാരോപിച്ച് നാട്ടുകാരും കണ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും പ്രതിഷേധവുമായി രംഗത്തെത്തി. ചെറുകുന്നിൽ അടിയന്തരമായി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് കണ്ണപുരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AV സിദ്ദിഖ് ആവശ്യപ്പെട്ടു. രാത്രി ആയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഒരു ഭീകര അന്തരീക്ഷം പോലെയുള്ളത് വ്യാപാരികൾക്കായാലും അതുപോലെ തന്നെ അവിടെ വരുന്നവർക്കായാലും യാത്രക്കാരായാലും വളരെയധികം പ്രയാസമുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ചെറുകുന്ന് മുതൽ കണ്ണപുരം വരെ രാത്രിയിൽ ഒരു ഇരുട്ട് കയറിയ ഒരു സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷൻ മുതൽ തറ വരെയുള്ളത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ അടുത്ത കാലത്തായി അവിടെ ഒരു മരണം വരെ സംഭവിച്ചു. ഈ ഒരു വെളിച്ചത്തിന്റെ കുറവാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്. MLAയുടെ വികസന പദ്ധതിയുടെ ഭാഗമായി ടൗൺ നവീകരണത്തോടൊപ്പം ലൈറ്റുകൾ സ്ഥാപിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടികൾ ആരംഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ചെറുകുന്ന് കതിരിവെക്കും തറയിൽ എത്രയും വേഗം ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF നടപടിയിൽ പ്രതിഷേധിച്ച് LDF മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ച UDF നടപടിയിൽ പ്രതിഷേധിച്ച് LDF മാടായി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് KK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വരുൺ ബാലകൃഷ്ണൻ, P ജനാർദ്ദനൻ, EP ബാലകൃഷ്ണൻ, VK വിജയൻ, M രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സംസ്ഥാന സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിലെ 8 വേദികളിലായി പുരോഗമിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിച്ച മത്സര ഇനങ്ങൾ രാത്രി 7 മണി വരെ നീണ്ടുനിന്നു. സീനിയർ വിഭാഗത്തിലെ 18 മുതൽ 45 വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 5 ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. ജൂനിയർ, സബ് ജൂനിയർ മത്സരങ്ങളും പൂർത്തിയായി. വൈകുന്നേരം സ്ത്രീ പുരുഷ വിഭാഗങ്ങളിൽ നൃത്തവും സംഗീതവും സംയോജിപ്പിച്ചുള്ള റിഥമിക് ജോഡി മത്സരങ്ങളാണ് നടന്നത്. 14 ജില്ലകളിൽ നിന്നുമായി വ്യത്യസ്ത പ്രായത്തിലുള്ള 700-ൽ പരം മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 18-നും 35-നും ഇടയിലുള്ള സീനിയർ വിഭാഗത്തിലെ ആർട്ടിസ്റ്റിക് സോളോ ഡാൻസും ജോഡി ഡാൻസും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. KSSPA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിൽ പുതിയ അംഗങ്ങളായി ചേർന്നവർക്കുള്ള വരവേൽപ്പും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച KSSPA അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. KSSPA കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷനിൽ പുതിയ അംഗങ്ങളായി ചേർന്നവർക്കുള്ള വരവേൽപ്പും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച KSSPA അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദനവും എടനാട് മഹാത്മാ മന്ദിരത്തിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MP കുഞ്ഞുമൊയ്തീൻ മുഖ്യഭാഷണം നടത്തി. ഡോക്ടർ അമൃത, ഡോക്ടർ R ജയലക്ഷ്മി, ഡോക്ടർ മേഘ എന്നിവരെ ചടങ്ങിൽ വെച്ച ജില്ലാ സെക്രട്ടറി P സുഖദേവൻ അനുമോദിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് P സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. VV പ്രകാശൻ, V മണികണ്ഠൻ, VKV രമേശൻ, CP ജയരാജൻ, N രാമചന്ദ്രൻ, MB ദാമോദരൻ, N തമ്പാൻ, VP ശേഖരൻ, TV ഗിരിജ, A രാജൻ, PR ദേവി, P ലക്ഷ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. 2024-26 വർഷത്തെ BSS കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും കാൻഫെഡ് അവാർഡ് ജേതാവും പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി ജോയിന്റ് സെക്രട്ടറിയുമായ CV രാജഗോപാലനുള്ള സ്നേഹാദരവും നടന്നു. MLA സജീവ് ജോസഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2024-26 വർഷത്തെ BSS കോഴ്സ് സർട്ടിഫിക്കറ്റ് വിതരണവും കാൻഫെഡ് അവാർഡ് ജേതാവും പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി ജോയിന്റ് സെക്രട്ടറിയുമായ CV രാജഗോപാലനുള്ള സ്നേഹാദരവും നടന്നു. പ്രിയദർശിനി ആശുപത്രിയിൽ നടന്ന പരിപാടി ഇരിക്കൂർ MLA സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി ചെയർമാൻ KV മോഹനൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. പ്രിയദർശിനി സെക്രട്ടറി രാജീവൻ M സ്വാഗതം പറഞ്ഞു. VC നാരായണൻ, P ഗോപാലൻ, N അബ്ദുൽ ഖാദർ, ഡോക്ടർ ഷേഖ് ജാനി ബാഷ, ഡോക്ടർ പ്രസിൻ പ്രദീപ്, മാധവൻ VM, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, പിലാക്കൽ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം നടന്നു. CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പാചകത്തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ഏരിയ സമ്മേളനം CITU ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ഏരിയ പ്രസിഡന്റ് A രാധ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി P പത്മിനി, സംസ്ഥാന സെക്രട്ടറി KV ദേവി, CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ, VV ലളിത തുടങ്ങിയവർ സംസാരിച്ചു. ജോലിഭാരം കുറയ്ക്കുക, കൂലി സമയബന്ധിതമായി അനുവദിക്കുക, റിട്ടയർമെന്റ് പ്രായം നിശ്ചയിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനം അംഗീകരിച്ചു. ഭാരവാഹികളായി A രാധ, പാവൂർ നാരായണൻ, KK കൃഷ്ണൻ, P പത്മിനി, TV സാവിത്രി, P സുമന എന്നിവരെ തിരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. USA, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ആതിഥേയത്വം വഹിച്ച ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് നേതൃത്വത്തിൽ ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിജയികൾക്ക് പ്രസിഡന്റ് C രവി സമ്മാനദാനം നടത്തി. ആവേശം വിതച്ച ഫൈനൽ മത്സരത്തിലെ പ്രത്യേകതകളും ക്വാർട്ടർ ഫൈനൽ മത്സരം മുതൽ ഉൾപ്പെടുത്തി നടത്തിയ പ്രശ്നോത്തരിയും ശ്രദ്ധേയമായി. മത്സരത്തിൽ ഇളമ്പച്ചി ഗുരു ചന്തുപണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഫിത്ത് അബ്ദുൽ നാസർ 1ാം സ്ഥാനവും ആദേശ് രാജ് 2ാം സ്ഥാനവും നേടി.
ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എം ദേവാശിഷ് 3ാം സ്ഥാനം നേടി. ബാങ്ക് ഹാളിൽ നടന്ന ക്വിസ് മത്സരത്തിലെ വിജയികൾക്ക് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് സി രവി സമ്മാനദാനം നിർവഹിച്ചു. ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ സി സേതുമാധവൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ രാജീവൻ, ഡയറക്ടർമാരായ പി വി അനിൽകുമാർ, എൽ കെ യൂസഫ്, യു കെ രാജൻ, വി കെ ബീന എന്നിവർ സംസാരിച്ചു. റിട്ടയർഡ് സ്കൂൾ പ്രധാനാധ്യാപകൻ എം ഡി മാധവൻ ക്വിസ് മാസ്റ്ററായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നാഷണൽ സേവിംഗ്സ് ഏജൻറ്സ് അസോസിയേഷൻ 8ാമത് പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനം പയ്യന്നൂർ CITU ഓഫീസിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സേവിംഗ്സ് ഏജൻറ്സ് അസോസിയേഷൻ 8ാമത് പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനം CITU ഓഫീസിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിരവധി സമരങ്ങൾ, പോരാട്ടങ്ങൾ ലോകത്തിനകത്തുള്ള തൊഴിലാളികളെല്ലാം വളർത്തിക്കൊണ്ടുവന്നത്. അതിന്റെ ഫലമായിട്ട് ലോകത്താകെ ജോലി സമയം 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം, അത് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. ഇന്ത്യയിലും ആ ഡിമാൻഡ് ഉന്നയിച്ചു. ആ ഡിമാൻഡിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലും ജോലി സമയം 8 മണിക്കൂറായി നിശ്ചയിക്കുന്നതിനുള്ള തീരുമാനം എന്ന് പറയുന്നത് ഗവൺമെന്റ് എടുത്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വി ഗീത അധ്യക്ഷത വഹിച്ചു. കെ ലത, ജില്ലാ ഭാരവാഹികളായ പത്മജ, വിമല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. KKN പരിയാരം മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. KKN പരിയാരം മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിജയോത്സവം 2026 സംഘടിപ്പിച്ചു. 2025-26 വർഷത്തെ SSLC, +2, VHSC വിജയികൾക്ക് അനുമോദനവും 1 മുതൽ +2 വരെ ക്ലാസുകളിലെ മികച്ച കുട്ടികൾക്ക് വിവിധ എൻഡോമെന്റുകളും നൽകി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു മാതൃകാ സ്കൂളായി മാറേണ്ടതായിട്ടുണ്ട്. പഠനകാര്യങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും എല്ലാം മാതൃകയായി മാറാൻ സാധിക്കത്തക്ക രീതിയിലുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പരിയാരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി പത്മലോചനൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു ബിനോയ്, വാർഡ് മെമ്പർ ഇ തമ്പാൻ, PTA പ്രസിഡന്റ് പി രഞ്ജിത്ത്, TR സുരേഷ്, VV രാജൻ, MA റോസ ടീച്ചർ, TV ശ്രീജ ടീച്ചർ, സിമി വി, റേച്ചൽ മോളി, പ്രിൻസിപ്പൽ സ്മിത പിള്ള, ഹെഡ് മിസ്ട്രസ് പ്രിയകുമാരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ഈ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.